ഈ ടേസ്റ്റി ദോശ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ചൂടാക്കഴിഞ്ഞ് കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളക് ഇടുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സവാള ചോപ്പ് ചെയ്തത്, ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 2 ചെറിയ പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചെടുത്തത്, 10 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് വേവിച്ച് ഉടച്ചെടുത്ത സോയാ ചങ്ക്സ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, അതിന് പകരം കറി മസാലയും ചേർക്കാം. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇത് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക വേവാനായിട്ട്. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. ഈ ഒരു കൂട്ടാണ് നമുക്ക് ഈ ദോശയ്ക്ക് ആവശ്യം. ഇനി നമുക്ക് ദോശക്കല്ലിൽ എണ്ണ തടവിയിട്ട് ദോശ ചൂടാം. അപ്പുറത്തെ സൈഡ് കൂടി മറിച്ചിടുക. എന്നിട്ട് അവിടെ നമുക്ക് ഈ മിക്സർ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ 2 സൈഡ്സിൽ നിന്ന് നമുക്കിങ്ങനെ മടക്കിയെടുക്കാം. അതുപോലെ ഈ ഒരു മിക്സ് വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും. നെയ്യ് ദോശയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അപ്പോൾ അത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നും. സോയ മസാല ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.